34 വർഷം ഇടതുപക്ഷ പ്രസ്ഥാനം, ഇടതു മുന്നണി, ഭൂപരിഷ്കരണം, അധികാര വികേന്ദ്രീകരണം, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തുമില്ലാത്ത വമ്പിച്ച കുതിച്ച് ചാട്ടം കാർഷിക ഉൽപ്പാദനത്തിൽ. അത് 3 ദിവസം മുമ്പ് ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ എഡിറ്റോറിയൽ പേജിൽ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ ഒരു സ്കോളർ എഴുതിയ ലേഖനത്തിനകത്ത് അത് പരാമർശിക്കുന്നു. അപ്പോൾ അങ്ങനെ നേട്ടങ്ങളുടെ ഒരു അഭിമാന പർവ്വം പശ്ചിമ ബംഗാളിൽ ഉണ്ടായിരുന്നു 34 വർഷക്കാലത്തിന്. അതിനിടയ്ക്ക് അവിടെയും ഇവിടെയും ചെറിയ തെറ്റുകുറ്റങ്ങളും ബോധപൂർവമല്ലാതെ സംഭവിച്ചു പോയിട്ടുണ്ട്. വ്യവസായവൽക്കരണമാണ് ബംഗാളിൻ്റെ അടുത്ത ഘട്ടം. ആ വ്യവസായവൽക്കരണത്തിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടായ ചില പോരായ്മകൾ, അത്തരം പോരായ്മകൾ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞതാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ അതിനെ പഴയ തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ചു എന്നുള്ള തരത്തിൽ അവതരിപ്പിക്കുന്നത് മാധ്യമങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അത് ആളുകൾ ശ്രദ്ധിക്കാനും ചർച്ചയാകാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ നേട്ടങ്ങൾക്കിടയിൽ ചില പോരായ്മകൾ, അപ്പോൾ അങ്ങനെ ക്ഷമ ചോദിച്ചില്ല എന്നാണ് അങ്ങ് പറയുന്നത്. അന്ന് പറ്റിയ ചില പോരായ്മകൾക്കും വീഴ്ചകൾക്കും ഞങ്ങൾ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ അതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. അത് ജനങ്ങളോട് ഇതാദ്യമായിട്ടല്ല, ചിലർ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്ത് എവിടുന്നാണ്, നേരത്തെ തന്നെ പാർട്ടി കണ്ടതാണ്. രാഷ്ട്രീയമായും സംഘടനാപരമായും ഭരണപരമായും ഒക്കെ ചില പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്. ആ പോരായ്മകൾ സംഭവിക്കുക എന്നുള്ളത് ഞങ്ങളെല്ലാ നേട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോഴും അതിൻ്റെ ഒപ്പം ലെനിൻ്റെ കാലം മുതൽ സൂചിപ്പിക്കാറുള്ളതാണ്. നേട്ടങ്ങൾ മാത്രമല്ല, EMS എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരുപാട് ശരി ചെയ്യുന്നതിനിടയ്ക്ക് ഞങ്ങൾക്ക് ചില തെറ്റുകൾ പറ്റുന്നത് ഞങ്ങൾ തുറന്ന് പറയും. എന്നാൽ തെറ്റുകൾ മാത്രം ചെയ്യുന്നവർ ഞങ്ങൾക്ക് പറ്റിയ ഈ ചില ചെറിയ തെറ്റുകളെക്കുറിച്ചോ മറ്റോ ഞങ്ങൾ നടത്തുന്ന കുറ്റസമ്മതത്തെ അതിനെ മാത്രം പെരുപ്പിച്ച് പറയും. EMSൻ്റെ എത്രയോ പ്രസംഗങ്ങൾ ഞാൻ താഴെ, അന്ന് കസേരയൊന്നും ഇട്ടിട്ടല്ല, നിലത്ത് പോയിരുന്ന് കേട്ടിട്ടുണ്ട്. അവിടെ എല്ലാം ഓരോ യോഗത്തിലും EMS പറയാറുള്ളതാണ്. അപ്പം ലെനിനും EMSും എല്ലാം പറഞ്ഞു പോന്നിട്ടുള്ള ആ സമീപനം നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ആ നേട്ടങ്ങൾക്കിടയ്ക്ക് ബോധപൂർവമല്ലാതെ, ഇംഗ്ലീഷ് ഞാൻ പറയുമ്പോൾ ഇൻഅഡ്വർട്ടൻ്റ്ലി എന്നാണ് പറയുക, ബോധപൂർവമല്ലാതെ ചില പോരായ്മകളോ വീഴ്ചകളോ സംഭവിക്കാം. അതെപ്പോഴും സംഭവിക്കാം. എൻ്റെ പ്രവർത്തനത്തിൽ അതുകൊണ്ട് ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പം പാർട്ടിയുടെ കാഴ്ചപ്പാടനുസരിച്ച് ശരി മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചില പോരായ്മകൾ പറ്റാം. ഇതൊരു ഇൻഫാലിബിളായിട്ട് ആരുമില്ല, തെറ്റുപറ്റാത്തവരായിട്ട് ആരുമില്ല. അത് സ്റ്റാലിനെ കുറിച്ചുള്ള പ്രമേയത്തിൽ അവിഭക്ത പാർട്ടി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് ഇതിനെ പെരുപ്പിച്ചുകൊണ്ടും പാർട്ടിയുടെ സമീപനമാണോ ഈ പറഞ്ഞതെന്ന് സംശയം പ്രകടിപ്പിച്ചുകൊണ്ടുമൊക്കെ ചിലർ ഇടതുപക്ഷം വീക്ഷണത്തിൽ നിൽക്കുന്നവരെന്ന് അവകാശപ്പെടുന്നില്ല. അവർ ലെനിനെ വായിച്ചിട്ടില്ല, EMSനെ കേട്ടിട്ടില്ല എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ.